വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രധാനമന്ത്രി. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. भगवान पद्मनाभ स्वामी की इस पावन भूमि पर आना मेरा बहुत बड़ा सौभाग्य है. മിഷൻ കേരളയ്ക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പത്മനാഭസ്വാമിയുടെ പാവന ഭൂമിയിൽ വരാനായത് സൗഭാഗ്യമെന്ന് പ്രധാനമന്ത്രി. വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. പുത്തരിക്കണ്ടത്തെ വേദിയിലെത്തിയത് റോഡ് ഷോയായി. അമൃത് ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളം ആവശ്യപ്പെട്ട പദ്ധതികൾ നടപ്പാക്കുന്നതിൽ കേന്ദ്രത്തിന് നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. The Prime Minister has been kind enough to come down to Kerala to launch a number of projects that would go a long way in the development of the state. दोबारा वहां बीजेपी की सरकार चल रही है और वहां एलडीएफ का नामो निशान नहीं बचा है, लेप का नामो निशान नहीं बचा. कारण ये जो मिली भगत थी, बीजेपी के आने के बाद वो मिली भगत खत्म हो गई. മാറാത്തതിനി മാറുമെന്നും കേരളത്തിലെ മാറ്റം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. LDFും UDFും കേരളത്തെ നശിപ്പിച്ചുവെന്നും മോദി. അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ ജയിലിലാക്കുമെന്ന് പ്രധാനമന്ത്രി. കേരള വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധം. തിരുവനന്തപുരത്തെ സ്മാർട്ട് ഹബ്ബാകാനുള്ള നടപടികൾക്ക് വേഗം കൂടിയെന്ന് പ്രധാനമന്ത്രി. കേന്ദ്രത്തിന്റെ വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞു മോദി. नई गति मिली है. आज से केरला में रेल कनेक्टिविटी और सशक्त हुई है. तिरुवनंतपुरम को देश का बड़ा स्टार्टअप हब बनाने के लिए ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം. സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും ഒന്നിച്ചുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. മോശക്കാരനാക്കാനുള്ള ശ്രമം വില പോകില്ല എന്ന് അടൂർ പ്രകാശ്. സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റി എത്തിയത് താൻ വഴിയല്ല എന്നും അടൂർ പ്രകാശ്. പോറ്റിയെ കണ്ടു എന്ന് പറയുന്നത് 2019 ഞാൻ ആദ്യം ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ MP ആകുന്നു. MP ആയതിനു ശേഷം ആണ് അദ്ദേഹം എന്നെ വന്ന് അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. ഹൈക്കമാൻഡുമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഡൽഹിയിൽ. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ ചർച്ചയാകും. മഹാപഞ്ചായത്തിൽ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ശശി തരൂർ പങ്കെടുക്കില്ല. NDAയുമായുള്ള സഖ്യത്തിനു പിന്നാലെ 2020ലെ പഞ്ചായത്ത് അംഗങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളുമായി LDFും UDFും. കൂടുതൽ പേരെ കൂടെ ചേർക്കാമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ. സാബു M ജേക്കബ് പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു. ഇന്ത്യ ന്യൂസിലൻഡ് രണ്ടാം 2020 മത്സരം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ റായ്പൂരിൽ. ആദ്യ കളിയിൽ ജയിച്ച ഇന്ത്യ പരമ്പരയിൽ മുന്നിൽ. കേരളത്തിനും തിരുവനന്തപുരത്തിനും നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ മാറ്റം വന്നു കഴിഞ്ഞുവെന്നും ഇത് പുതിയ തുടക്കമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തെ BJPയുടേത് സാധാരണ വിജയമല്ല, LDF UDF മുന്നണികളുടെ അഴിമതിയിൽ നിന്നുള്ള മോചനമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പുത്തരിക്കണ്ടത്ത് BJP പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDFന്റെയും UDFന്റെയും ചിഹ്നങ്ങൾ രണ്ടാണ്, പക്ഷേ അജണ്ട ഒന്നാണ്. അഴിമതിയും പ്രീണനവും മാത്രം. സർക്കാർ മാറിയാലും ഇവിടെ സിസ്റ്റം മാറുന്നില്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ ഉണ്ടാകേണ്ട സമയമാണെന്നും ആ ദൗത്യം BJP നിറവേറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി കേരളത്തെ മോചിപ്പിക്കണമെങ്കിൽ LDFനെയും UDFനെയും തൂത്തെറിയണമെന്നും അഡ്ജസ്റ്റ്മെന്റ് ഭരണം അവസാനിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. दोबारा वहां बीजेपी की सरकार चल रही है और वहां LDF का नामो निशान नहीं बचा है, लेप का नामो निशान नहीं बचा. कारण ये जो मिली भगत थी, बीजेपी के आने के बाद वो मिली भगत खत्म हो गई. बंगाल देखिए,
35-40 साल तक लेफ्ट ने राज किया था। वहां सरकार बदली और उसने लेफ्ट के खिलाफ जंग किया और परिणाम क्या हुआ? आज बंगाल में लेफ्ट वालों को चुनाव लड़ने के लिए उम्मीदवार नहीं मिल पाते हैं। കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധം നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഭാരതത്തിനായി രാജ്യം മുഴുവൻ ശ്രമിക്കുകയാണ്. നഗരത്തിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്കായി സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം രാജ്യത്തിന് മാതൃകാ നഗരമായി മാറും. രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കി തലസ്ഥാനത്തെ മാറ്റാൻ എല്ലാ പിന്തുണയും നൽകും. കേരളത്തെ മാറ്റാനുള്ള സമയമാണെന്നും അടുത്ത തെരഞ്ഞെടുപ്പ് അതിനുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്റെ സുഹൃത്തുക്കളെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തായിരുന്നു മോദിയുടെ പ്രസംഗം. केरला के विकास के लिए केंद्र सरकार के प्रयासों को नई गति मिली है। आज से केरला में रेल कनेक्टिविटी और सशक्त हुई है। तिरुवनंतपुरम को देश का बड़ा स्टार्टअप हब बनाने के लिए पहल हुई है। आज केरला से पूरे देश के लिए गरीब कल्याण से जुड़ी एक बड़ी शुरुआत भी हो रही है। മിഷൻ കേരളയ്ക്ക് തുടക്കമിടുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത്. വേദിയായ തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയിലേക്ക് റോഡ് ഷോയാണ് പ്രധാനമന്ത്രി എത്തിയത്. ഒപ്പം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. 3 അമൃത് ഭാരത് ട്രെയിനുകൾ, ഒപ്പം ഒരു പാസഞ്ചർ ട്രെയിൻ എന്നിവ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. അൻഫിൽ ഡിസൂസ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അൻഫിൽ, വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന ഒരു പ്രസംഗമാണ് വികസിത് ഭാരത് എന്ന BJPയുടെ പരിപാടിയിൽ പ്രധാനമന്ത്രി നടത്തിയത്. ഒപ്പം അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി രാജ്യത്തിന് സമർപ്പിച്ച് തിരുവനന്തപുരത്തിന് പുതിയ ദിശാബോധം നൽകുകയാണെന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. എന്തൊക്കെയായിരുന്നു പ്രധാനമന്ത്രിയുടെ മറ്റ് വാക്കുകൾ? പ്രധാനമന്ത്രിയുടെ വികസിത ഭാരതം എന്ന കാഴ്ചപ്പാട് അത് തന്നെയാണ് കേരളത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മാറാത്തത് ഇനിയും മാറുമെന്ന BJPയുടെ പ്രചാരണ മുദ്രാവാക്യം അത് ഏറ്റുപറഞ്ഞ പ്രധാനമന്ത്രി അതിലൂടെ അദ്ദേഹം കൃത്യമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയാണ്. അതായത് ഇത്രയും നാൾ തനിക്ക് താൻ കേരളത്തിൽ വന്നപ്പോൾ നൽകിയൊരു ജനപിന്തുണയിൽ അപ്പുറത്തേക്കുള്ള ഒരു പിന്തുണ ഇത് വലിയ പ്രതീക്ഷ നൽകുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി തുടങ്ങിയത് തന്നെ പ്രസംഗിച്ചത്. 1 മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗത്തിൽ, അതായത് പൊതുവേദിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് 1 മണിക്കൂർ നീണ്ടുന്ന പ്രസംഗത്തിലുടനീളം കൃത്യമായ രാഷ്ട്രീയം അദ്ദേഹം പറയുന്നു. ഇടതു വലതു മുന്നണികളെ കടന്നാക്രമിക്കുകയാണ്. ഓരോ അർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ അടക്കം അദ്ദേഹം പറയുന്നു. അധികാരത്തിൽ വരികയാണെങ്കിൽ വിശ്വാസം നിലനിർത്തും, ശബരിമല സ്വർണ്ണക്കേസിലെ പ്രതികളെ മുഴുവൻ ജയിലിലാകുമെന്നും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ്. MMC കോൺഗ്രസായി മാറിയിരിക്കുന്നു, മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസായി മാറിയിരിക്കുന്നു. കോൺഗ്രസും CPM-ഉം കേരളത്തിൽ മാറി മാറി ഭരിച്ചവർ ഏറ്റവും വലിയ അപകടകാരികളായ മുന്നണികളായി മാറിയിരിക്കുന്നു. വികസനം ഒന്നുമില്ലാതെ കേരളത്തിൽ മുരടിപ്പിലേക്ക് മാറുമ്പോൾ ഇനി NDAക്ക് അധികാരത്തിൽ എത്തുകയാണെങ്കിൽ എല്ലാ രീതിയിലും വികസനത്തിലേക്ക് ഒരു കാഴ്ചപ്പാടായി കേരളത്തെ കൊണ്ടുപോകുമെന്നും അതിന് അദ്ദേഹത്തിന്റെ തുടക്കമായി മാറിയത് അഹമ്മദാബാദിൽ നിന്ന് എങ്ങനെ ഗുജറാത്തിലേക്ക് BJP അധികാരത്തിൽ വന്നു അതുപോലെ തിരുവനന്തപുരത്തിൽ നിന്ന് കേരളത്തിലേക്ക് BJP അധികാരത്തിലെത്തുമെന്ന് പറയുന്നു. മേയറെ ആശ്ലേഷിച്ച് മേയർ VV രാജേഷിനെ സ്നേഹാദരത്തോടെ ആശ്ലേഷിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയതുപോലും, വേദിയിൽ തുടങ്ങിയതുപോലും. അതായത് തലസ്ഥാന നഗരിയിൽ BJP ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നു. തലസ്ഥാനത്ത് നിന്ന് തുടങ്ങി 2026 കേരളത്തിൽ അധികാരത്തിലെത്തും. അതിനുള്ള എല്ലാ വഴികളും കൃത്യമായി തെളിഞ്ഞുവെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ കണക്കൂട്ട് ആ പ്രതീക്ഷകളൊക്കെ നൽകി ജനങ്ങൾക്ക് വലിയ രീതിയിലാണ് നിങ്ങൾക്ക് ആവേശമാണ് നൽകിയത്. ലക്ഷക്കണക്കിന് പേരാണ് ഈ പുത്തരിക്കണ്ട മൈതാനത്ത് പ്രധാനമന്ത്രിയെ ഒന്ന് കാണാനും വരവേൽക്കാനുമായി എത്തിയത്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വലിയ ഹർഷാരവത്തോടെ തന്നെയാണ് അവർ സ്വീകരിച്ചത്. എന്തായാലും വലിയ മാറ്റങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അത്രയേറെ ഊർജ്ജവും കരുത്തും അണികൾക്ക് നൽകിയാണ് പ്രധാനമന്ത്രി വേദിയിൽ നിന്നും മടങ്ങിയത്. ഒപ്പം തന്നെ റെയിൽവേയുടെ വികസന പദ്ധതികൾ, റെയിൽവേ പ്രോജക്ടുകൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. വലിയ രീതിയിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തെ ആ ഓവർബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ട മൈതാനം വരെ അത് റോഡ് ഷോയെ വന്നപ്പോൾ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും മുകളിലും താഴെയുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ആവേശമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ പുത്തരിക്കണ്ട മൈതാനത്ത് 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഇടതു വലതു മുന്നണികളെ തൂത്തറിയുക, BJPക്ക് വികസിത കേരളം പ്രാവർത്തികമാക്കണമെങ്കിൽ BJPക്ക് ഒരു അവസരം നൽകുക എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ അത്രയേറെ കരുത്തും ആവേശം നൽകിയ പ്രസംഗം ഊർജ്ജവും നൽകി തന്നെയാണ് പ്രധാനമന്ത്രി വേദിയിൽ നിന്ന് മടങ്ങിയത്. അഖില, ശരി, അൻഫിലിറ്റാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം രജിത്ത് കൂടി ചേരുകയാണ്. രജിത്ത്, 3 അമൃത് ഭാരത് ട്രെയിനുകൾ, ഒപ്പം ഒരു പാസഞ്ചർ ട്രെയിൻ അടക്കം റെയിൽവേ വികസനത്തിന്റെ പുതിയ ഒരു മാർഗം കൂടി, അതായത് കേരളത്തിന്
പ്രത്യേകിച്ചും തെലങ്കാന വരെയുള്ള ദീർഘദൂര യാത്രകൾ എളുപ്പത്തിലാക്കാനുള്ള മാർഗം ഒക്കെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ആ ഒരു ഫ്ലാഗ് ഓഫിലൂടെ ഉണ്ടായത്. ഒപ്പം റോഡ് ഷോയായി പ്രധാനമന്ത്രി വന്നു, ഇപ്പോൾ മടങ്ങിപ്പോവുകയല്ലേ? തീർച്ചയായും അഖില, പ്രധാനമന്ത്രി മടങ്ങിപ്പോയിരിക്കുന്നു. പ്രധാനപ്പെട്ട രണ്ട് പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്നും കൂടുതൽ സമയം എടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി വിവിധ പരിപാടികളിലായി പങ്കെടുക്കുകയും ചെയ്തത്. ഇവിടെ നമുക്കറിയാം, ആദ്യം തന്നെ റോഡ് ഷോയ്ക്ക് എത്തിയ സമയത്ത് ഏറെ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. കാരണം നമുക്കറിയാം, ഈ ആയുർവേദ കോളേജിന്റെ അവിടെ നിന്നും പ്രോഗ്രാം നടക്കുന്ന പുത്തരിക്കണ്ടം മൈതാനം വരെയുള്ള റോഡ് ഷോ ആയിരുന്നു പ്രധാനമായും നടന്നത്. അദ്ദേഹം വാഹനത്തിൽ പുറത്തേക്ക് ഇറങ്ങിയില്ല എങ്കിൽ തന്നെയും വാതിൽ തുറന്ന് അതിന് സൈഡിൽ നിന്നുകൊണ്ട് ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കടന്നുപോയത്. കൂടുതൽ പ്രവർത്തകരുണ്ടായിരുന്നു. ഏറെ ആവേശത്തോടു കൂടി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ തിരികെ പോക്ക് ഏറെ ആവേശത്തോടു കൂടി കണ്ട ഒരു ചേച്ചിയുടെ പ്രതികരണത്തിലേക്ക് പോകാം. എങ്ങനെയുണ്ടായിരുന്നു തിരികെ വന്നപ്പോൾ? നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റി. അവിടെ അകത്ത് കയറാൻ പറ്റാഞ്ഞതിന്റെ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് തൊട്ടടുത്ത് കണ്ടു, മനസ്സ് നിറഞ്ഞു. ഇതുപോലൊരു ലോക നേതാവിന്റെ ഈ മണ്ണിൽ ജീവിക്കാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു. 3 വട്ടമായിട്ട് ഞങ്ങളുടെ BJP മെമ്പറാണ്, ഞങ്ങൾ ജയിപ്പിച്ചിട്ട് വന്നതാണ്. അടുത്ത വട്ടം ഞങ്ങൾ പഞ്ചായത്ത് പിടിക്കും. ഇപ്പൊ കുണ്ട്ര, ഇളമ്പള്ളൂര് 7 മെമ്പർമാരുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളാണ് സഹായിച്ചത് ഞങ്ങൾക്ക് ഒരു പൊടിയെങ്കിലും കാണാൻ. ഒരുപാട് നന്ദി. തീർച്ചയായും അത്തരത്തിൽ ഏറെ ആവേശത്തോടു കൂടിയാണ് ഓരോരുത്തരും ഏറെ ആവേശത്തോടു കൂടി വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് അവർ ഇവിടേക്ക് എത്തുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വയനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഇവിടെ കാത്തുനിന്ന് മോദിയെ കണ്ട് മടങ്ങിയിരിക്കുന്നത്. ആദ്യം റോഡ് ഷോയിൽ തന്നെ ഏറെ ആവേശത്തോടു കൂടി അവർ പങ്കെടുക്കുകയും പൂക്കൾ വാരി എറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം തിരികെ പോയപ്പോഴും ജനങ്ങളെ വാഹനത്തിനുള്ളിൽ നിന്നുകൊണ്ട് അഭിവാദ്യം ചെയ്തു തന്നെയാണ് അദ്ദേഹം മടങ്ങിയത്. ഏറെ ആവേശമാണ്, ഏറെ സ്നേഹത്തോടു കൂടിയാണ് ജനങ്ങൾ അദ്ദേഹത്തെ നോക്കിക്കണ്ടത്. റോഡിന്റെ ഇരുവശവും തിങ്ങി നിറഞ്ഞ ആളുകളെ നിയന്ത്രിക്കാൻ പോലീസ് തന്നെ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം പ്രവർത്തകർക്കായി തയ്യാറാക്കിയ പ്രത്യേക വേദി ഉണ്ടായിരുന്നു. ആ വേദിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യുമ്പോഴും വേദിക്ക് പുറത്ത് റോഡിലും വലിയ ആളുകളുടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തെ കണ്ടതിന്റെ ആവേശത്തിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. എന്താണ് ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തെ കാണാനായിട്ട്? എനിക്ക് സുഖമില്ലാഞ്ഞിട്ട് പോലും ഇന്നലെ ഞാൻ ഞരമ്പിന് ഇഞ്ചക്ഷൻ എടുത്താണ്. ഞാൻ 21ാമത്തെ വയസ്സിലെ പ്രവർത്തകയാണ്. എനിക്കിപ്പം 48 വയസ്സ് കഴിഞ്ഞ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മോദിജി എനിക്കൊന്ന് അടുത്ത് കാണണമെന്നുള്ളത്. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ലേറ്റായി പോയി. പക്ഷെ ഇവിടെ നിന്ന് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റി. വളരെ സന്തോഷം. പക്ഷെ അന്ന് 21ാമത്തെ വയസ്സിൽ 280 വോട്ട് മേടിച്ച് ഞാൻ എൻ്റെ വാർഡിലെ ഏറ്റവും വലിയ, ഇന്ന് എൻ്റെ 3ാം വാർഡ് BJP കൈയടക്കിയേക്കുവാണ്. മഹിളാ മോർച്ചയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റാണ്. ഇത്തരത്തിൽ പ്രവർത്തകരായിട്ടുള്ള ആളുകളും ഒപ്പം തന്നെ ഏറെ ആവേശം നിറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ആ സാമീപ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം തിരികെ മടങ്ങിയിരിക്കുകയാണ്. ആളുകളും തിരികെ മടങ്ങുന്നു. ശരി, രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി മടങ്ങി പോവുകയാണ്. ഇനി തമിഴ്നാട്ടിലാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ് തമിഴ്നാട്ടിലും പ്രധാനമന്ത്രിക്ക് ഉള്ളത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ വരവ് വലിയ ആവേശമാണ് തലസ്ഥാനത്തിന് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം. ദ്വാരപാലക കേസിലും കട്ടളപ്പാളി കേസിലുമാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. അതേസമയം തന്ത്രിയുടെ റിമാൻഡ് 14 ദിവസം കൂടി നീട്ടി. സുധീഷ് കുമാർ വിവരങ്ങൾ നൽകും. സുധീഷ്, സ്വാഭാവികമായും മുരാരി ബാബു ജാമ്യത്തിന് അർഹനാണ്. അതായത് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ജാമ്യം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ തന്ത്രിയുടെ റിമാൻഡ് 14 ദിവസം കൂടെ നീട്ടിയിരിക്കുന്നു. വിവരങ്ങൾ? തീർച്ചയായും അങ്ങനെയാണ്. ഇതൊരു സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി അനുവദിച്ചു കിട്ടിയ ജാമ്യം കൂടിയാണ്. കാരണം മുൻപ് മുരാരി ബാബു പലതവണ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷയായി നൽകിയിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊന്നും തന്നെ കോടതി ഈ ജാമ്യം പരിഗണിച്ചിരുന്നില്ല. പക്ഷേ 90 ദിവസം കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ കിട്ടുന്ന സ്വാഭാവിക ജാമ്യമാണ് ഇപ്പോൾ കോടതി മുരാരി ബാബുവിന് അനുവദിച്ചു നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായതിനു ശേഷം പുറത്തിറങ്ങുന്ന ആദ്യത്തെ പ്രതി എന്ന് വേണം മുരാരി ബാബുവിനെ പറയാൻ. കാരണം ഈ കേസുകളിൽ കഴിഞ്ഞ തവണയൊക്കെ തന്നെ പല
പ്രതികളും ഇത്തരത്തിൽ ജാമ്യ ഹർജികൾ കോടതിക്ക് മുൻപിൽ ആവശ്യം നിരത്തിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ കോടതി പരിഗണിച്ചിരുന്നില്ല. പക്ഷേ സ്വാഭാവിക ജാമ്യം എന്ന നിലയിലാണ് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യം കൂടി കണക്കിലെടുത്ത് കോടതി മുരാരി ബാബുവിന് ജാമ്യം നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി മുരാരി ബാബു കോടതി ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ തന്ത്രിയുടെ റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി 28-ന് കോടതി വീണ്ടും പരിഗണിക്കും. ശരി, സുധീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൂറ്റിയുമായി UDF കൺവീനർ അടൂർ പ്രകാശിന് അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. ഉപഹാരം കൈമാറുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. പൂറ്റിയുടെ സുഹൃത്തുക്കളായ രമേശ് റാവുവും അനന്തസുബ്രഹ്മണ്യവും ചിത്രത്തിലുണ്ട്. ബംഗളൂരുവിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത് എന്നാണ് വിവരം. നേരത്തെ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന പൂറ്റിയുടെ ചിത്രങ്ങൾ ഏറെ വിവാദമായിരുന്നു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് MP തന്നെ മോശക്കാരനാക്കാൻ ശ്രമം നടന്നാലും അത് വില പോകില്ല എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. MP ആയ ശേഷമാണ് അന്നദാനവുമായി ബന്ധപ്പെട്ട് പോറ്റി കാണുന്നത്. വീട്ടിൽ പോയി എന്നത് സത്യമാണ്. പോറ്റിയുടെ സഹോദരി താമസിക്കുന്ന വീട്ടിലും പോയിട്ടുണ്ട്. രമണി P നായർക്കൊപ്പമാണ് പോയതെന്നും ആറ്റിങ്ങൽ MP പറഞ്ഞു. പോറ്റിയെ കണ്ടു എന്ന് പറയുന്നത് 2019 ഞാൻ ആദ്യം ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ MP ആകുന്നു. MP ആയതിനു ശേഷം ആണ് അദ്ദേഹം എന്നെ വന്ന് അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ കൂടിക്കാഴ്ച ഇന്ന്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവർ, മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരെ കാണും. ഡൽഹി ചർച്ചകളിൽ കോൺഗ്രസിലെ സിറ്റിംഗ്സ് MLA-മാരുടെ കാര്യത്തിൽ ധാരണയായേക്കും. K ബാബു ഒഴികെ മറ്റെല്ലാവരും മത്സരിക്കാനാണ് സാധ്യത. അതേസമയം കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ശശി തരൂർ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അവർ പിന്നീട് സ്പൈ ആണെന്ന് തെളിഞ്ഞു. അപ്പോൾ എല്ലാവരും മുഹമ്മദ് റിയാസിനെ ആക്രമിച്ചു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് മുഹമ്മദ് റിയാസ് അതിൽ ഉത്തരവാദിയല്ല. സ്പൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ PWD മന്ത്രി CPM മന്ത്രിയാണ്. കൊണ്ടുവരോ? ഏതെങ്കിലും മന്ത്രി കൊണ്ടുവരോ? അപ്പൊ അവര് സ്പൈ ആണെന്ന് നമുക്കറിയില്ല. അവര് വ്ളോഗറായിട്ടാണ് അവരെ കൊണ്ടുവന്നത്. അവര് സ്പൈ ആണെന്ന് പിന്നെ അറിഞ്ഞാൽ ആ മാന്യത ആണ് കാണിക്കേണ്ടത്. ആ മാന്യത കടകംപള്ളി സുരേന്ദ്രൻ അതല്ലല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രിയായിരുന്ന ആളല്ലേ, അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന ആളാ. പ്രശാന്ത് എന്ന് പറയുന്ന മറ്റേ അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഉൾപ്പെടെയുള്ള മെമ്പർമാര് കടകംപള്ളി സുരേന്ദ്രനായിട്ട് ആലോചിക്കാതെ ശബരിമലയിൽ ഇത്രയും നിർണായകമായ ഒരു തീരുമാനം എടുക്കൂല. ആ തീരുമാനത്തിലെല്ലാം അദ്ദേഹത്തിന് പങ്കുണ്ട്. ഞാൻ പറയണത് മനസ്സിലാക്കി. കടകംപള്ളിയെ ബന്ധപ്പെടുന്ന പോലെ അല്ലല്ലോ ബാക്കിയുള്ളവരെ ബന്ധപ്പെടും. കടകംപള്ളിയുടെ ഫോട്ടോ അല്ലല്ലോ പ്രശ്നം. അദ്ദേഹം അന്ന് ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുകയായിരുന്നു. അതാണ് പ്രശ്നം. ഇതൊരു പരിപാടിയിലെടുത്ത ഫോട്ടോയല്ല, മറിച്ച് 10 ജന്മത്തിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചെടുത്തത്. അപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് പോലും ഇല്ലാതെ അവിടേക്ക് ഒരു ആക്സസ് ഇല്ല. ആർക്ക് വേണമെങ്കിലും പോകാലോ. ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ആർക്ക് വേണമെങ്കിലും പോകാലോ. അവിടെ എത്ര പേര് പോകും നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്തിനാതുകൊണ്ടല്ല മറ്റൊരാൾക്ക് കോൺഗ്രസ് ഒഡീഷയിൽ ക്രിസ്ത്യൻ വൈദികനെ ബജ്രംഗദൾ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിക്കുകയും ചാണകം തീറ്റിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇക്കാര്യം ഉന്നയിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും ഒഡീഷ മുഖ്യമന്ത്രിക്കും KC വേണുഗോപാൽ കത്ത് നൽകി. ഞായറാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനിടെയായിരുന്നു വൈദികന് നേരെ ആക്രമണം ഉണ്ടായത്. സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് കുതിപ്പ്. പവന് 3960 രൂപ വർദ്ധിച്ച് 1,17,120 രൂപയായി. ഗ്രാമിന് 495 രൂപ കൂടി 14,640 രൂപയായി. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണിത്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ മാത്രം 1 പവൻ സ്വർണ്ണത്തിന് വർദ്ധിച്ചത് 9,120 രൂപയാണ്. സമാനമായ കുതിപ്പ് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സൂചന. ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഷിംജിത നൽകിയ പരാതിയിൽ തൽക്കാലം പോലീസ് കേസെടുക്കില്ല. പയ്യന്നൂർ സ്റ്റേഷനിലാണ് ഷിംജിത പരാതി നൽകിയത്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെടുക്കണമോ എന്ന് തീരുമാനിക്കാമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ഷിംജിതയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ട് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. പോലീസ് ഷിംജിതയുടെ വീഡിയോ ചിത്രീകരിച്ച ഫോൺ പരിശോധനയ്ക്ക് അയച്ചു. ഷിംജിതയ്ക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ലോകസമാധാനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിലാണ് സമിതി നിലവിൽ വന്നതായി ട്രംപ് പ്രഖ്യാപിച്ചത്. 19 രാജ്യങ്ങൾ സമിതിയിൽ അംഗങ്ങളായപ്പോൾ ഇന്ത്യ, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിട്ടുനിന്നു. ഗാസയിൽ സുസ്ഥിര സമാധാനമുണ്ടാക്കുക, പിന്നീട് ലോകത്തെ സംഘർഷങ്ങൾക്ക് ഒരു പരിഹാരവേദിയാവുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബോർഡ് ഓഫ് പീസ് സ്ഥാപിച്ചത്.
സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ച് ലോക സാമ്പത്തിക ഫോറത്തിലാണ് സമിതി നിലവിൽ വന്നതായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ട്രംപ് തന്നെയാണ് ബോർഡ് ഓഫ് പീസിന്റെ സ്ഥിരം മേധാവി. സമിതിയുടെ പ്രമാണരേഖയും മുദ്രയും ഇതോടൊപ്പം പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ അംഗങ്ങളാകാൻ 50ഓളം രാജ്യങ്ങളെ ക്ഷണിച്ചിരുന്നു. ഹംഗറി, അർജന്റീന, ബഹ്റൈൻ, സൗദി, ഖത്തർ, പാകിസ്ഥാൻ ഉൾപ്പെടെ 19 രാജ്യങ്ങൾ $1 ബില്യൺ നൽകി സമിതിയിൽ അംഗങ്ങളായി ഒപ്പിട്ടു. എന്നാൽ ഇന്ത്യ വിട്ടുനിന്നു. UN സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളായ ചൈന, റഷ്യ, ഫ്രാൻസ്, UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ട്രംപിന്റെ നടപടിയോട് മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഗാസയുടെ പുനർനിർമ്മാണത്തിനായി $100 കോടി സംഭാവന നൽകുമെന്ന് പറഞ്ഞ റഷ്യ സമിതിയെക്കുറിച്ച് പഠിച്ചതിനു ശേഷം മാത്രം തീരുമാനമെന്നാണ് നിലപാടെടുത്തത്. എന്നാൽ ചൈന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായാണ് ട്രംപ് ബോർഡ് ഓഫ് പീസ് പ്രഖ്യാപിച്ചതെന്നും ലോകത്തിന് തന്നെ ഇതൊരു വെല്ലുവിളിയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയ്ക്കും ഇതിൽ ആശങ്കയുണ്ട്. എന്നാൽ UN-മായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. Today we're announcing more details regarding the Board of Peace, so important. This board has the chance to be one of the most consequential bodies ever created. UN-ന്റെ ഏറ്റവും കരുത്തുറ്റ സമിതിയായ രക്ഷാസമിതിയിലെ 5 സ്ഥിരമംഗങ്ങളിൽ US മാത്രമാണിപ്പോൾ സമിതിയിലുള്ളത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ 20 ദിന പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച ബോർഡ് ഓഫ് പീസിനെ UN രക്ഷാസമിതി പ്രമേയത്തിലൂടെ അംഗീകരിച്ചിരുന്നു. ഹ്രസ്വകാലത്തേക്കാണ് ഈ അംഗീകാരം. ന്യൂസ് ഡെസ്ക്, അമൃത TV. NDA-യുമായുള്ള സഖ്യത്തിനു പിന്നാലെ 2020-ലെ പഞ്ചായത്ത് മെമ്പർമാരെ ഒപ്പം നിർത്താനുള്ള ശ്രമവുമായി LDF-ഉം UDF-ഉം കുന്നത്തുനാട്ടിൽ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്കുള്ളത്. UDF തരംഗത്തിലും 2 പഞ്ചായത്തുകളിൽ 2020 ഭരണം നിലനിർത്തിയിരുന്നു. മാത്രമല്ല, LDF-ൽ നിന്നും തിരുവാണിയൂർ പഞ്ചായത്ത് പിടിച്ചെടുക്കുകയും ചെയ്തു. തൃക്കാക്കരയിലെ 2020 നില മെച്ചപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം ഏതെങ്കിലും വിധത്തിൽ തങ്ങൾക്ക് അനുകൂലമാകുമോ എന്നാണ് LDF-UDF മുന്നണികൾ ഉറ്റുനോക്കുന്നത്. നേപ്പാൾ സ്വദേശി ദുർഗാകാമിയുടെ മൃതദേഹം കൊച്ചിയിൽ സംസ്കരിച്ചു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്കിടെ ഇന്നലെയാണ് 22കാരി ദുർഗാകാമി മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. രാജ്യത്ത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന ആദ്യ ജില്ലാ ആശുപത്രി എന്ന നേട്ടം എറണാകുളം ജനറൽ ആശുപത്രി കൈവരിച്ചത് ദുർഗയുടെ ശസ്ത്രക്രിയയിലൂടെയായിരുന്നു. കഴിഞ്ഞ മാസം 22-നായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് ദുർഗയ്ക്ക് വെച്ചുപിടിപ്പിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സാധാരണ നിലയിലേക്ക് തിരിച്ചുവന്ന ദുർഗ മരുന്നുകളോട് വേഗത്തിൽ പ്രതികരിച്ചത് പ്രതീക്ഷ നൽകിയിരുന്നു. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായ ഹൃദയാഘാതം ഉണ്ടായത്. ഹൃദയഭിത്തികൾക്ക് കനം കൂടുന്ന ഹൈപ്പർ ഹെറിഡിറ്ററി കാർഡിയോ മയോപ്പതിയായിരുന്നു ദുർഗയ്ക്ക്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം കളമശ്ശേരി നഗരസഭ സെമിത്തേരിയിൽ സംസ്കരിച്ചു. ദുർഗയുടെ മരണത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അനുശോചനം രേഖപ്പെടുത്തി. ദുർഗയുടെ ജീവൻ രക്ഷിക്കുന്നതിനും ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിനും എറണാകുളം ജനറൽ ആശുപത്രി ടീം സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നുവെന്നും പെൺകുട്ടിയുടെ സഹോദരന്റെയും മറ്റു പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മന്ത്രി കുറിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. വഴിയരികിൽ കാർ നിർത്തി ഉടമ പുറത്തിറങ്ങിയ ഉടനെ കാർ തനിയെ ഉരുണ്ട് നീങ്ങി. തലനാഴിഴയ്ക്ക് അപകടം ഒഴിവായി. കോട്ടയം ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിൽ ആലുംതറയിലാണ് സംഭവം. കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാനായി ഉടമ വാഹനം നിർത്തി പുറത്തിറങ്ങിയപ്പോൾ മാരുതി 800 കാർ പിന്നോട്ടുരുണ്ട് പോവുകയായിരുന്നു. വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടെ കാർ പിന്നോട്ടുരുണ്ട് റോഡ് കുറുകെ കടന്ന് ഭിത്തിയിലിടിച്ചു നിന്നു. കാറിന്റെ ഹാൻഡ് ബ്രേക്ക് ഇടാതിരുന്നതാണ് അപകട കാരണം. ഇന്ത്യ ന്യൂസിലൻഡ് രണ്ടാം 2020 മത്സരം ഇന്ന് റായ്പൂരിൽ. രാത്രി 7 മണി മുതലാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ച് ഇന്ത്യ പരമ്പരയിൽ ഒന്നാമതാണ്. ആദ്യ മത്സരം 48 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങളുണ്ടാകില്ല. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.